പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ അല്പം വചനം കേൾക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: യൗവനക്കാരിടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശക്തി നൽകുന്ന, ബലമില്ലാത്തൊരു വ്യക്തിക്ക് ബലം വർദ്ധിപ്പിക്കുന്നതായ സ്തോത്രം ഒരു നല്ല വചനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനേക ബാല്യക്കാർ ക്ഷീണിച്ചു പോകുമ്പോൾ, അനേക യൗവനക്കാർ ഇടറി വീഴുമ്പോൾ, സ്തോത്രം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്ന സ്തോത്രം ദൈവത്തിൻ്റെ വചനം ഇന്ന് മായമില്ലാത്ത പാല് കുടിക്കാൻ എത്ര പേര് തയ്യാറാണെന്ന് സ്തോത്രം ഇന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ ഹിന്ദി ഇങ്ങനെയാണ് പറയുന്നത്: യഹോവാ की जो कोई बाट जोती है वो नया बल प्राप्त करता है. हालेलुया. वो उकाबों की नाई उड़ेंगे और दौड़ेंगे और श्रमित ना होंगे, चलेंगे और थकित नहीं होंगे. प्रेज द लॉर्ड. हालेलुया. आज मैं आपसे ये पूछना चाहती हूँ, हाउ मेनी ऑफ यू आर टायर्ड? हाउ मेनी ऑफ यू आर वीक इन योर लाइफ? സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു ടുഡേ. മൈ സൺ, my daughter, I will renew your strength. You will mount up with wings as eagles. Hallelujah. ആജ് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന്. എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ, എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനൊരു ഉത്തരം കണ്ടുപിടിക്കുമെന്നറിയാതെ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. സ്തോത്രം. വെയിറ്റ് അപ്പോൺ ദി ലോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ റിന്യൂ യുവർ സ്ട്രെങ്ത് എന്നാണ് പറഞ്ഞത്. സ്തോത്രം. നമുക്ക് ദൈവത്തിലൊന്ന് കാത്തിരിക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ സർവ്വ പ്രശ്നവും തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങളുടെ ഒരു ബലമായി മാറും. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ശക്തിയായി മാറും. ഇന്ന് നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ വചനം ഒരു ആൻസറായി മാറും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ചെറിയ കഥ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു ഈഗിൾസ്, കുറേ ഈഗിള് ഉണ്ടായിരുന്നു. അത് മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുകയായിരുന്നു. ആ മരത്തിൻ്റെ അടിയിലൊരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? മുട്ടയിട്ട് അതിന് അടയിരിക്കുകയായിരുന്നു. രണ്ടുപേരും അതേ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ ഈഗിളിൻ്റെ ഒരു കുഞ്ഞ് മേളിൽ നിന്നറിയാതെ താഴെ പോയി. സ്തോത്രം. അത് കോഴിയുടെ കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? കോഴി കുഞ്ഞുങ്ങളോട് അതും വളരാൻ തുടങ്ങി. സ്തോത്രം. അത് കോഴിക്കുഞ്ഞ് നടക്കുന്ന പോലെ നടക്കാൻ തുടങ്ങി. കാരണം അത് പറക്കത്തില്ല. കാരണം അതിൻ്റെ ലൈഫ് ആരുടെ കൂടെ ആയിരുന്നു? ഈഗിളാണെങ്കിൽ